morning, my dear students. Welcome to another class on theatre studies. So in the last two classes, we learned about Greek theatre. Greek theatre origin എങ്ങനെയാണ്, അതിൻ്റെ പല സ്റ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചു. ദിത്തിറാംസ് എന്ന് പറയുന്ന എന്താ പറയുക, പാട്ടിൽ നിന്നാണ് ഗ്രീക്ക് ഡ്രാമ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് വി ഓൾസോ ലേൺഡ് അബൌട്ട് ദ 3 ഗ്രേറ്റ് ട്രജേഡിയൻസ് ആൻഡ് എ ഗ്രേറ്റ് കൊമേഡിയൻ ഇൻ ഗ്രീക്ക് ഡ്രാമ. After that, we learned about the structure of Greek theatre. ഗ്രീക്ക് തിയേറ്ററിൻ്റെ പല ഘടകങ്ങൾ, അതിൻ്റെ എലിമെൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആൻഡ് ഇൻ ദിസ് ക്ലാസ് ഐ വാണ്ട് യു ടു ബി ഇൻട്രൊഡ്യൂസ് ടു certain conventions of Greek drama. And before I start with it, I hope that you all are doing well under these circumstances. Wherever you are, my prayers and best thoughts are with you. So let us start this class on Greek drama conventions. What are conventions first of all? Conventions എന്ന് പറയുമ്പം അതിൻ്റെ രീതികൾ, അവർ പ്രാക്ടീസ് ചെയ്തു പോകുന്ന രീതികൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Let's see. So let's look at an introduction. So any person who is studying Greek tragedy, they will notice that we learned about 3 tragedians, Aeschylus, Sophocles and Euripides. But all of their plays have some features in common. ഈ 3 ട്രജേഡിയൻസിൻ്റെ നാടകത്തിലും കോമൺ ആയിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. So we understand that they were all writing drama with strict observance of a few rules and conventions. ചില റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ 3 പേരും എഴുതിയത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. And these rules, we didn't know about these rules until Aristotle wrote it down. So this is a portrait of Aristotle. Aristotle is a very famous philosopher from ancient Greece. So he wrote a lot of works about critical theory and all. Among those works, the Poetics is of prime importance to students of theatre. നമ്മളെപ്പോലെ നാടകം പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടെക്സ്റ്റാണ് ദ പോയറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ്, അരിസ്റ്റോട്ടിൽ എഴുതിയത്. സോ അരിസ്റ്റോട്ടിൽ പോയറ്റിക്സിൽ ഡ്രാമയെ പറ്റിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ട്രാജഡീസിനെ പറ്റി സ്റ്റഡി നടത്തി. ഈ 3 ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ നാടകങ്ങളും വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെപ്പറ്റി പഠനം നടത്തി. അതിൽ നിന്ന് കണ്ടെത്തിയ ഒബ്സർവേഷൻസ് ദ പോയറ്റിക്സ് എന്ന് പറഞ്ഞ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So Aristotle actually wrote down the rules of drama after careful study of the tragedies of 3 great masters, and he recorded the rules in his work, The Poetics. So let's look at certain conventions of Greek drama. First convention is there is no originality of plot. So നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഗ്രീക്ക് തിയേറ്ററിൽ കാണാൻ വരുന്നത് ഏകദേശം 15,000-ഓളം ആളുകളാണ്. 15,000 people at a time. How can each and everyone understand the story without looking at it very thoroughly all the time? നമുക്ക് ഈ കഥയെപ്പറ്റി അറിയാതെ നമ്മൾ ചെന്നിരിക്കുകയാണ്. 15,000 പേരുടെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഈ ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ചില ഡയലോഗ്സ് ഒന്നും കേൾക്കാൻ പറ്റില്ല, നേരെ ചൊവ്വേ കാണാൻ പറ്റില്ല, നല്ല ഡിസ്റ്റൻസിലായിരിക്കും. സോ ഹൗ ഡു ദേ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി? ദ secret behind is the plot was never original in Greek tragedy. ഗ്രീക്ക് ട്രാജഡിയുടെ കഥകൾ ഒരിക്കലും ഒറിജിനൽ സ്റ്റോറീസ്, അവർ തന്നെ ഉണ്ടാക്കിയിരുന്ന സ്റ്റോറീസ് അല്ല. ദീസ് വർ ആക്ച്വലി വെരി പോപ്പുലർ സ്റ്റോറീസ് ഫ്രം ഗ്രീക്ക് മിത്തോളജി ആൻഡ് ഗ്രീക്ക് പൊളിറ്റിക്സ് ആൻഡ് ഓൾ. ഇപ്പം ഗ്രീക്ക് മിത്തോളജിയിലും മറ്റുമൊക്കെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസിനെ മാത്രമാണ് നാടകങ്ങളാക്കി ഇവർ ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 1-2 ഡയലോഗൊക്കെ മിസ്സായി പോയാലും നമുക്ക് മനസ്സിലാകാതിരിക്കില്ല. സോ that's the first point. There is no originality of plot. Writers of Greek tragedy did not treat in their place a novel story. അവർ തന്നെ ഉണ്ടാക്കിയൊരു പുതിയ സ്റ്റോറി കൊണ്ടുവരുന്നില്ല. They drew their plot from familiar material found in rich sources of Greek myths. ഞാൻ പറഞ്ഞതുപോലെ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള സോഴ്സസിൽ നിന്നാണ് ഈ പ്ലേസിൻ്റെ കഥകൾ,
പ്ലോട്ട് പലപ്പോഴും വരുന്നത്. സോ ദി ഓഡിയൻസ് ഈവൻ ബിഫോർ കമ്മിങ് ടു ദ തിയേറ്റർ ദേ ഫുള്ളി നോ അബൌട്ട് ദ സ്റ്റോറി. They completely know about the story and yet they are really eager to see how the dramatist had made the familiar story into a play. ഇപ്പം നമ്മൾ മഹാഭാരതമൊക്കെ നമുക്ക് കഥയൊക്കെ അറിയാം, രാമായണമൊക്കെ കഥയൊക്കെ അറിയാം. പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു നാടകം നടക്കുമ്പോഴത്തേക്ക് വി ആർ ക്യൂരിയസ് ടു നോ ഹൗ തിങ്സ് ആർ അൺറാവലിംഗ് ഓൺ ദ സ്റ്റേജ്. സോ ദാറ്റ് ഇസ് വൈ വി ഗോ ടു ദ തിയേറ്റർ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ദ ഗ്രീക്ക് പീപ്പിൾ വെന്റ് ടു ദ തിയേറ്റർ. ഈവൻ ദോ ദേ ന്യൂ ദ സ്റ്റോറി ഇൻസൈഡ് ഔട്ട്, they came with full knowledge of the story and everything, but they were very curious to know how the dramatist has treated the story. So that's the first point, no originality of plot. Let's look at the second point, trilogies. Greek tragedies were always written in trilogies. Most often they were written in the form of trilogies. I already mentioned it in the past few classes. Trilogy means a set of 3 plays. 3 plays in ഒരു സെറ്റിനാണ് ട്രിലജി എന്ന് പറയുന്നത്. Most often these 3 plays are linked together by a common theme. For example, Aeschylus' Orestia. This is actually a continuous story. Chronological continuation ഉള്ള സ്റ്റോറിയാണ്. ഒരു സ്റ്റോറിയുടെ ഒരു കഥയുടെ ബാക്കിയായിട്ട് അടുത്ത നാടകം വരുന്നു. അങ്ങനെയൊക്കെയുള്ള മൂവീസ് നമുക്കറിയാം മലയാളം സിനിമയിലൊക്കെയുള്ള. അതുപോലെ തന്നെ ഒറസ്റ്റിയ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഐ ഓൾറെഡി ടോൾഡ് യു അബൌട്ട് ദ സ്റ്റോറി ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. And then but not all trilogies were actually linked in theme. Certain trilogies were not actually linked in theme. So that is the second point, trilogies. Greek tragedies were most often written in the form of trilogies. Third convention of Greek theatre or Greek drama is a number of characters. I already mentioned this point too. Greek drama does not permit more than 3 characters on the stage at one time. ഒരു സമയത്ത് 3 ക്യാരക്ടേഴ്സിൽ കൂടുതൽ സ്റ്റേജിൽ കാണില്ല ഗ്രീക്ക് ഡ്രാമയിൽ. This is a very important point. You should not miss out on this point. And we know the reason. Because Greek drama, at its starting, it was just a song, a group song sung by a chorus. Then Thespis introduced the first actor. Aeschylus introduced the second actor. Sophocles introduced the third actor and it remained like that. 3 പേര് മാത്രമേ ഒരു സമയത്ത് സ്റ്റേജിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ. That is the third convention of Greek drama. Fourth convention is of prime importance to us. This talks about 3 unities. ഗ്രീക്ക് ഡ്രാമയിൽ 3 യൂണിറ്റീസ് എപ്പോഴും പാലിച്ചിരുന്നു. ഗ്രീക്ക് ഡ്രാമ observed 3 unities. What are these 3 unities? First unity is the unity of time, unity of place, and unity of action. So, unity of time, unity of place, and unity of action. First of all, let's look at the unity of time. യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സംഭവങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കണം. ദാറ്റ് ഇസ് ദ യൂണിറ്റി ഓഫ് ടൈം. ഓൾ ദീസ് ഗ്രീക്ക് പ്ലേസ് ആക്ച്വലി ഒബ്സർവ്ഡ് ദിസ്. ഒരു നാടകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ 24 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. വി നോ അബൌട്ട് സർട്ടൻ മൂവീസ് which happen along the line. For example, Traffic, the Malayalam movie Traffic, it happens in a period of 24 hours. Although there are flashbacks and all, but the main story happens within 24 hours. അതുപോലെയുള്ള ഒരു കഥയായിരിക്കണം ഗ്രീക്ക് നാടകങ്ങളിൽ. So the action of the play should depict the happenings that take place within a duration of 24 hours. So the action, the happenings of the play should happen within 24 hours. So that is unity of time. Let's look at unity of place. Unity of place means the scene of the tragedy should not shift from place to place. But tragedy, Greek നാടകങ്ങളിലെ ട്രാജഡീസ് എസ്പെഷ്യലി അത് ഒരു സ്ഥലത്ത് മാത്രമായിരിക്കണം ആദ്യോടന്തം ഉണ്ടായിരിക്കുന്നത്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സ്ഥലത്തായിരിക്കണം ഈ കഥ മുഴുവൻ നടക്കുന്നത്. അല്ലാതെ ഈ ആദ്യത്തെ സീൻ അമേരിക്കയിൽ അടുത്ത സീൻ ആഫ്രിക്കയിൽ അങ്ങനെയൊന്നും പാടില്ല. So that is unity of place. So the scene of tragedy, it should not shift from place to place. The scene should be constant. The happenings should happen in one place. That is the unity of place. Third unity is the unity of action. What is the unity of action? So a play should have only a single plot. ഒരു കഥ മാത്രമേ ഒരു നാടകം പറയാവൂ. അല്ലാതെ ഒരു കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെ കഥയൊക്കെ സബ് പ്ലോട്ടായിട്ട് പറയരുത്. അങ്ങനെയുള്ള ഒരുപാട് മൂവീസ് നമുക്കറിയാം.
ഒരു കഥ പറയുന്നതിനിടയ്ക്ക് ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്ന അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ദൃശ്യം. ബിക്കോസ് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു മോഹൻലാലിന്റെ ഫാമിലിയുടെ കഥ മാത്രമേ ദൃശ്യത്തിൽ വരുന്നുള്ളൂ, അതിനകത്ത് സബ് ഒന്നുമില്ല. അതേസമയം if you look at a movie like Kireedam or Chengol, these are movies with a lot of subplots. മോഹൻലാലിന്റെ സ്റ്റോറി ഒരു വഴിക്ക് പോകുന്നു, തിലകൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേറൊരു വഴിക്ക് പോകുന്നു, ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് മോഹൻലാൽ ആൻഡ് ഹിസ് ലവ് ഇൻട്രസ്റ്റ് ആൻഡ് ദ പാത്ത് ഷീ ഹാഡ് ടു ചൂസ് അത് വേറൊരു വഴിക്ക് പോകുന്നു. ദർ ആർ ലോട്ട് ഓഫ് സബ്പ്ലോട്ട്സ് ഇൻ ദാറ്റ് മൂവി. സോ ദാറ്റ് ഡസൻ ക്വാളിഫൈ ഫോർ യൂണിറ്റി ഓഫ് ആക്ഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ ഒരു കഥ മാത്രമേ ഡീൽ ചെയ്യാവൂ. There should only be a single plot and it should not involve a subplot. So I hope you understand these three unities. The first unity is the unit of time. The happenings of the play should take place within a duration of 24 hours. Second is the unity of place. The scene of the tragedy should be at one place. Unity of action means a play should deal with a single plot. It should not have subplots. So that is the three unities. Let's move on to the next feature. Fifth feature, the fifth convention of Greek drama is brevity. Brevity means tragedy should be brief. Okay. Greek tragedy should be brief. വളരെ ബ്രീഫായിട്ട് കഥ പറഞ്ഞു നിർത്തണം, അല്ലാതെ വലിച്ചു നീട്ടി ഒരു 300 എപ്പിസോഡാക്കി ഒന്നും പറയരുത്. ഓക്കെ, ഇപ്പൊ ഗ്രീക്ക് ട്രാജഡി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കണം. ദ പ്ലേസ് ഷുഡ് നോട്ട് എക്സീഡ് 90 മിനിറ്റ്സ് ഓഫ് പെർഫോമൻസ്. ഒരു നാടകം പെർഫോം ചെയ്ത് വരുമ്പോൾ 90 മിനിറ്റിൽ കൂടുതലൊന്നും വരാൻ പാടില്ല. സോ ദ പ്ലേസ് വെർ ആക്ച്വലി ഷോർട്ട്. മോസ്റ്റ് ഓഫ് ദം took about 90 minutes for performance. And the plays were also based on familiar myths. We already told about that. So there was no great need for lengthy explanations or opening scenes. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന കഥയായതുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനും വലിയ നീണ്ട ഓപ്പണിംഗ് സീൻസ് ഒക്കെ കൊടുക്കാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ട്രാജഡി വളരെ ബ്രീഫായിരുന്നു. ഓക്കെ, സോ ഗ്രീക്ക് ട്രാജഡി വാസ് ബ്രീഫ്. ഈച്ച് പ്ലേസ് take about 90 minutes of performance time, and most of these plays were based on very popular myths. So there was no need for lengthy explanations or opening scenes. So that is the fifth characteristic or convention of Greek. Let's move on to the sixth convention of Greek drama. This is chorus. So from the start itself I have been telling you guys about chorus. Chorus എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് സോങ് എന്നാണ് ഞാൻ ആദ്യം അത് വിശേഷിപ്പിച്ചത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി മച്ച് മോർ ഇലാബറേറ്റ് ദാൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു സിംഗ് ടുഗദർ. കോറസ് ഹാഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്രീക്ക് തിയേറ്റർ. ഗ്രീക്ക് തിയേറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥാനമാണ് കോറസിനുണ്ടായിരുന്നത്. കോറസ് ഇസ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചർ ഓഫ് ഗ്രീക്ക് ട്രാജഡി. Chorus is the most outstanding feature of Greek tragedy. Every tragedy in Greek drama, they had a chorus. And what is a chorus? A chorus is a group of people who stood and sang in the orchestra between the audience and actors. നേരത്തെ നമ്മൾ ഗ്രീക്ക് ഡ്രാമയുടെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് ആക്ടിങ് നടക്കുന്ന സ്ഥലത്തിന്റെ പേര് സ്റ്റേജ് എന്നാണ്, പിന്നെ ആൾക്കാരിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ഓഡിയൻസ് എന്നാണ്. അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ദാറ്റ് ഏരിയ ഇസ് കോൾഡ് ഓർക്കസ്ട്ര. ഓർക്കസ്ട്രയിൽ നിന്നുകൊണ്ട് പാടി ഡാൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദേ ആർ കോൾഡ് കോറസ്. ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ കോറസ് കുഡ് വേരി ഫ്രം 12 to 50. ചില നാടകങ്ങളിൽ 12 പേരൊക്കെ കോറസിൽ കാണുള്ളൂ, ചില നാടകങ്ങളിൽ 50 പേരോളം കോറസിൽ കാണും. സോ ദ നമ്പർ കുഡ് വേരി ഫ്രം 12 to 50. And these chorus, they were not actors or characters in the drama. Actors or characters or alla, they did not participate in the action, but they remained throughout the action and they performed certain vital functions. ഇവർക്ക് പ്രത്യേകിച്ച് ഈ കഥയിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ആക്ടേഴ്സ് അല്ല, ക്യാരക്ടേഴ്സ് അല്ല, ഇവര് മെയിൻ ആക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. പക്ഷെ ഇവർ തുടക്കം മുതൽ ഒടുക്കം വരെ നാടകത്തിൽ ഇവർ ഫുൾ ടൈം ഈ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണും. അവർക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫങ്ഷൻ, ദ കോറസ് എക്സ്പ്ലെയിൻഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഏർലിയർ ടു ദി ഓഡിയൻസ്. ഈ നാടകം തുടങ്ങുന്നതിന് മുൻപേ ആയിട്ട് നടന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഓഡിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് കോറസ് ആണ്. സോ ദ കോറസ് എക്സ്പ്ലെയിൻഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻഡ് ഏർലിയർ ടു ദി ഓഡിയൻസ്.
രണ്ടാമത്തെ കാര്യം, they commented on the action that was going on, highlighting its importance and intensifying the audience's responses to it. ഇനി ഒരു പെർട്ടിക്കുലർ സീൻ നടക്കുവാണ്, ആ സീൻ കഴിയുമ്പോഴത്തേക്ക് ഈ കോറസ് കൂടി വന്ന് ഈ കഴിഞ്ഞ ഇവന്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയും, ഈ കഴിഞ്ഞ ആക്ഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയും, എന്നിട്ട് അവരുടേതായിട്ടുള്ളൊരു കമന്റ് പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ സീനിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഇമ്പോർട്ടൻസ് ഇനിയായിരിക്കും നാടകത്തിൽ ഈ ഒരു സീനിന്റെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത്. സോ ദി ഓഡിയൻസ് response will actually intensify because the chorus considered that scene important to comment on it. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. They predicted what was going to happen in future. Sometimes, what happens is, after a scene, the chorus will start talking to each other. കോറസിലുള്ള ഇവരെ പോലുള്ള ആൾക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. ഈ കഴിഞ്ഞ സീനിന്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, ഫ്യൂച്ചറിൽ ഇത് കാരണം എന്തായിരിക്കും നടക്കുന്നത് എന്ന് അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും. സോ ദേ പ്രെഡിക്റ്റഡ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഇനി നാലാമത്, ദേ ആർ എ മൗത്ത് പീസ് ഓഫ് ദ ഡ്രാമറ്റിസ്റ്റ്. ഹിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്സ് വർ കൺവേഡ് ബൈ ദം. ഇനി ഡ്രാമറ്റിസ്റ്റിന് ഈ ഡ്രാമയുടെ ആക്ഷനെ പറ്റി എന്തെങ്കിലും കമന്റ് ചെയ്യണം, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്യിക്കുന്നത് ഈ കോറസിനെ കൊണ്ടായിരുന്നു. ബിക്കോസ് ദ കോറസ് വാസ് എ മൗത്ത് പീസ് ഓഫ് ദ ഡ്രാമറ്റിസ്റ്റ്. ഡ്രാമറ്റിസ്റ്റിന് പറയേണ്ടത് എന്താണോ അത് പറയുന്ന ആൾക്കാരാണ് കോറസ്. ഓൾസോ ഡ്രാമറ്റിസ്റ്റ് ഈ പറഞ്ഞ കഥകളെല്ലാം തന്നെ നടന്ന കഥകളാണ്, അതായത് ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള മിത്സും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഓരോ നാടകകൃത്തിനും ഈ ഇവന്റ്സിനെ പറ്റി അയാളുടേതായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഈ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് ആക്ച്വലി കോറസ് വഴിയാണ് അയാൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത് ഫീച്ചർ എന്താണെന്ന് നോക്കാം. കോറിക് ഇന്റർലൂഡ്സ് സെർവ് ടു ഡിവൈഡ് ദ പ്ലേ ഇൻടു സീൻസ്. ഗ്രീക്ക് ഡ്രാമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ ഡ്രാമ പോലെ ആക്ട് വൈസ് ഡിവിഷൻ ഇല്ലാതെ ഗ്രീക്ക് ഡ്രാമ വാസ് നോട്ട് ഡിവൈഡഡ് ഇൻടു ആക്ട്സ് ആൻഡ് സീൻസ്. ഓരോ സീൻ കഴിയുമ്പോൾ കേർട്ടൻ വീഴുന്നു, അങ്ങനെയൊക്കെയാണ് മോഡേൺ ഡ്രാമ. പക്ഷെ ഗ്രീക്ക് ഡ്രാമ അങ്ങനെയല്ലായിരുന്നു. ഗ്രീക്ക് ഡ്രാമ വാസ് നോട്ട് ഡിവൈഡഡ് ഇൻടു ആക്ട്സ് ആൻഡ് സീൻസ്. ദെൻ ഹൗ ഡു വി നോ ദാറ്റ് ദർ ഇസ് എ ചേഞ്ച് ഓഫ് സീൻ? ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് കോറസ് വന്ന് നിന്ന് പാട്ടൊക്കെ പാടും അതിനിടയ്ക്ക്. ഇതിനാണ് കോറിക് ഇന്റർലൂഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ കോൾഡ് കോറിക് ഇന്റർലൂഡ്സ്. സോ it was because of these choric interludes that we knew that there is a division of scenes. ഈ സീൻ തീർന്നു, അടുത്ത സീൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു സംഭവമാണ് കോറിക് ഇന്റർലൂഡ് എന്ന് പറയുന്നത്. Let's look at the next feature. Chorus provides lyrical relief. A song which may relieve the tension of a highly emotional episode. ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡ് കണ്ട് ആൾക്കാരെല്ലാം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും കോറസ് വന്നൊരു പാട്ട് പാടുന്നത്. അതോടെ ആ ഒരു റിലീഫ് കിട്ടും. ആ ട്രാജഡി അത്രയും കണ്ടതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും. സോ ദ കോറസ് ആക്ച്വലി പ്രൊവൈഡഡ് ലിറിക്കൽ റിലീഫ്. ഓക്കെ, ആൻഡ് ഫൈനൽ ഫങ്ഷൻ ഓഫ് ദ കോറസ്, the songs music of the chorus also provides a guide to our emotions. ഒരു സംഭവം നടന്നു, ആ സംഭവത്തോട് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല. ചെറിയൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഈ ഓഡിയൻസിന്റെ വക ഒരു പാട്ടും ഡാൻസും ഒക്കെ വരുന്നത്. അവർ പാട്ട് പാടുന്ന മൂഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എങ്ങനെയാണ് ആ ആക്ഷനോട് റിയാക്ട് ചെയ്യുന്നത് എന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇമോഷൻസിനെ ഗൈഡ് ചെയ്യാനും കോറസ് അവരുടെ സോങ്ങും മ്യൂസിക്കും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ സോങ് ആൻഡ് ദ മ്യൂസിക് ഓഫ് ദ കോറസ് പ്രൊവൈഡ്സ് എ ഗൈഡ് ഫോർ our emotions. So these were the vital functions of chorus, and this is a very important portion in today's class. You have to, if possible, you have to rewind and watch this particular section again. Take down notes if necessary. All right. So this is all about the chorus, and let's move on to the next feature. Next feature of Greek drama was it had no violence on stage. I already mentioned this to you in the last class. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് തിയേറ്റർ കൺവെൻഷൻ ആണ്. വയലൻസ് വാസ് നോട്ട് പെർമിറ്റഡ് ഓർ പ്രസന്റഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ ഡയറക്റ്റ് ആയിട്ട് വയലൻസ് ഒരിക്കലും പോർട്രേ ചെയ്യാറില്ല, ഒരിക്കലും പ്രസന്റ് ചെയ്യാറില്ല. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് വയലന്റ് ആക്ഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ ഗ്രീക്ക് ട്രാജഡി. ഗ്രീക്ക് ട്രാജഡിയിൽ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ചല്ല നടക്കുന്നത്. ഇറ്റ് വുഡ് ഓൾവേസ് ഹാപ്പൻ ബിഹൈൻഡ് ദ സീൻ, ആൻഡ് ഓൾവേസ് എ മെസ്സഞ്ചർ കംസ് ടു റിപ്പോർട്ട് അബൌട്ട്
about these scenes. So messenger was a very important figure on Greek stage. Messenger എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. കാരണം ഇതുപോലെ വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ എല്ലാം ഓഫ് സ്റ്റേജ് നടക്കും. അയാൾ അതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് അവതരിപ്പിക്കും. ആ സമയത്ത് സ്റ്റേജിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് അവതരിപ്പിക്കും. സോ ദാറ്റ് ഇസ് അനദർ ഫീച്ചർ, നോ വയലൻസ് ഓൺ സ്റ്റേജ്. ആൻഡ് യു ഓൾറെഡി ടുക്ക് എ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ ഇതുപോലെ മരണങ്ങളൊന്നും തന്നെ, മേർഡേഴ്സ് ഒന്നും തന്നെ ഓൺ സ്റ്റേജ് കാണിക്കാറില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഡെഡ് ബോഡി ഒരു കാർട്ടിൽ ഉന്തിക്കൊണ്ട് വരും. എക്കിക്ലീമ എന്നാണ് ഈ കാർട്ടിന്റെ പേര്. വി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. So the next feature of Greek drama was that it was really lyrical. So it was essentially lyrical. ഒരു പോയട്രിയുടെ രൂപത്തിലാണ് നാടകത്തിലെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. So the entire play was written in verse, in poetry. And choric speeches especially were characterized by lofty poetry. പോയട്രിയുടെ കാര്യത്തിൽ മൊത്തത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ നാടകം എഴുതിയിരിക്കുന്നത് പോയട്രിയിലാണ്. ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് പോയട്രിയിലാണ്. പക്ഷെ ഏറ്റവും നല്ല പോയട്രി, ലോഫ്റ്റി പോയട്രി വരുന്നത് കോറസിന്റെ സ്പീച്ചസിലാണ്. കോറിക് സ്പീച്ചസിലാണ് ഏറ്റവും ലോഫ്റ്റി ആയിട്ടുള്ള പോയട്രി വരുന്നത്. സോ ദീസ് ഗ്രീക്ക് പ്ലേസ് they were a combination of music and dance and chanting. So it was actually quite entertaining too. And these choric passages, they were sung and accompanied by dance. It's not days, I'm sorry. It was always accompanied by dance. അപ്പോൾ ഇവർ പാടുന്ന മാത്രമല്ല, ഇവർ അതിൻ്റെ കൂട്ടത്തിൽ താളത്തിൽ നൃത്തം ചെയ്യുകയും ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ഈസ് 8th convention of Greek theatre. Greek tragedy was essentially lyrical. 9th feature of Greek tragedy is Greek tragedy. ഒരു നാടകം തന്നെ നമുക്ക് 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഏതൊക്കെയാണ് ഈ പാർട്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. The first part of a Greek tragedy is prologue. Prologue means opening speech or dialogue that tells us what happened earlier. ഒരു നാടകം തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഡയലോഗ് അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിനാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറയുന്നത്. പ്രൊലോഗിൽ മിക്കവാറും ഈ നാടകം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓഡിയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സ്പീച്ചാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. പ്രൊലോഗ് is the opening speech or opening dialogue. It tells us about what happened earlier. Next is paradox. Paradox is the first choric speech. കോറസ് സംസാരിക്കുന്ന ആദ്യത്തെ സ്പീച്ചിനാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. It sheds light on what the audience learned in the prologue. ഓഡിയൻസ് ഓൾറെഡി പ്രൊലോഗിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഓഡിയൻസ് മനസ്സിലാക്കിയ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ് പാരഡോക്സിൽ കോറസ് ചെയ്യുന്നത്. പാരഡോക്സിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോറസ് ഒരു പാട്ട് പാടും. അതിൽ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയ ഇതിന് മുമ്പേ നടന്ന ആക്ഷനെ പറ്റിയിട്ട് ഒരു കമൻട്രി കോറസ് നമുക്ക് തരും. തേർഡ് പാർട്ട് ഇസ് എപ്പിസോഡ്. എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ there will be a series of episodes in Greek tragedy or Greek drama. എപ്പിസോഡ്സ് പറഞ്ഞാൽ ദീസ് ഹാപ്പൻ ഇൻ ദ ഫോം ഓഫ് ഡയലോഗ്സ്. 2 or 3 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ്സ്. ഇങ്ങനെയുള്ള ഡയലോഗ്സിനാണ് എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കോറസിന്റെ വക ഒരു പാട്ടൊക്കെ കാണും. അപ്പം ഈ എപ്പിസോഡ്സ് വഴിയാണ് പ്ലേയുടെ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. പ്ലേക്ക് എപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ട്. ആദ്യം പ്ലേ തുടങ്ങുമ്പോഴത്തേക്ക്, ഒരു നാടകം തുടങ്ങുമ്പോഴത്തേക്ക് അതിന് മുന്നേ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞ് വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചു പോകുന്ന കുറെ ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരുന്നു. അങ്ങനെ അവരുടെ നാടകം ഇങ്ങനെ ഒരു റൈസിങ് ആക്ഷനിലേക്ക് പോകുന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ റൈസിങ് ആക്ഷൻ അവിടെ നിൽക്കും. ആ ഒരു പീക്ക് പോയിന്റിനാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. നാടകത്തിലെ ക്ലൈമാക്സും സിനിമയുടെ ക്ലൈമാക്സും ഡിഫറെൻ്റ് ആണ്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ നിന്ന് പിന്നെ റെസല്യൂഷൻ, താഴേക്ക് വരികയാണ്. എവ്രിതിങ് ഇസ് ഫാളിങ് ബാക്ക് ഇൻ പ്ലേസ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ശാകുന്തളത്തിൽ സംഭവിക്കുന്നത്. ശാകുന്തള വളരെ ഹാപ്പി ആയിട്ട് കണ്വാശ്രമത്തിൽ താമസിക്കുന്ന സമയം. അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് ദുഷ്യന്തനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നു. അവർ തമ്മിൽ ഗാന്ധർവ വിവാഹമൊക്കെ കഴിക്കുന്നു. അങ്ങനെ കോംപ്ലിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ദുഷ്യന്തൻ എല്ലാം പോയി, കണ്വം മുനിയും ആശ്രമത്തിലില്ല. അങ്ങനെ ഒരു ദിവസമാണ് ദുർവാസാവ് അവിടെ വരുന്നത്. ദുർവാസാവ് വെരി ഫേമസ് ഫോർ ഹിസ് ആങ്കർ ആൻഡ് ഷോർട്ട് ടെമ്പേർഡ്നെസ്.
അപ്പൊ ദുർവാസാവിനെ ഇവള് മൈൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് ദുർവാസാവ് ശപിക്കുന്നു. അതാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്, അതാണ് പീക്ക് പോയിന്റ്. അവിടെ നിന്ന് ആക്ച്വലി പിന്നെ ഒരു റെസൊല്യൂഷനിലേക്കാണ് താഴോട്ട് വരുന്നത്. പിന്നെ എങ്ങനെ ശകുന്തള ദുഷ്യന്തന്റെ അടുത്ത് തിരിച്ചെത്തുന്നു, ദുഷ്യന്തന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. അവസാനം എവറിത്തിങ് ഫോൾ ബാക്ക് ഇൻ പ്ലേസ്. കാണേണ്ട സമയമാകുമ്പോൾ ദുഷ്യന്തൻ ആ മുദ്രമോതിരം കാണുന്നു. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന ഭാഗങ്ങളാണ് എപ്പിസോഡ് എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഓരോ എപ്പിസോഡിലും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉയർന്നുകൊണ്ടേയിരിക്കും. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഞാൻ പറഞ്ഞു കോറസിന്റെ വക ഒരു പാട്ടും ഡാൻസും ഒക്കെ കാണും. അതാണ് നമ്മുടെ 4ാമത്തെ ഫീച്ചർ, സ്റ്റാസിമൺ. സ്റ്റാസിമൺ ഇസ് എ കോറൽ ഓഡ് കമ്മിങ് ആഫ്റ്റർ ഈച്ച് എപ്പിസോഡ്. ഓരോ എപ്പിസോഡ് കഴിഞ്ഞും കോറസിന്റെ വക ഒരു പാട്ടുണ്ടാവും. ആ ഒരു പാട്ടിനാണ് സ്റ്റാസിമൺ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ പാർട്ട് ഓഫ് ഗ്രീക്ക് ട്രാജഡി ഇസ് എക്സോഡസ്. എക്സോഡസ് ഇസ് ദ ലാസ്റ്റ് സീൻ ഇൻ വിച്ച് റെസൊല്യൂഷൻ ഒക്കേഴ്സ്. ഒരു നാടകത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സീൻ. ഈ ഒരു സീൻ ആകുമ്പോഴത്തേക്ക് എല്ലാവരും തമ്മിൽ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനം ആ കോംപ്ലിക്കേഷനൊക്കെ റിസോൾവ് ആയി എവറിത്തിങ് ബിക്കംസ് പീസ്ഫുൾ മേ ബി. ദാറ്റ് ഇസ് ദി എൻഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രിയദർശന്റെ ഒക്കെ കോമഡി മൂവീസിലെ റെസൊല്യൂഷൻ ഭയങ്കര രസകരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ വെട്ടം പോലെ ഒരു മൂവിക്കകത്ത് ഒരുപാട് കൺഫ്യൂഷൻ ആ മൂവിയിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ലോട്ട് ഓഫ് പാർട്ടീസ് ആർ ഇൻവോൾവ്. ജഗതി ശ്രീകുമാർ ഒരു വഴിക്ക് നടക്കുന്നു ആൾക്കാരെ കൊല്ലാൻ വേണ്ടി, കൊച്ചിൻ ഹനീഫ മോളെ തപ്പി വരുന്നു, അതിനിടയ്ക്ക് ദിലീപും കലാഭവൻ മണിയും വേറൊരു വഴിക്ക്, അതിനിടയ്ക്ക് കല്യാണം നടത്താൻ വന്ന ടീമെല്ലാം കൂടെ വേറൊരു വഴിക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ അവസാനത്തെ സീനിൽ ഇവരെല്ലാവരും വന്ന് ഒരു വലിയൊരു ക്ലൈമാക്സ് ആണ് അതിനകത്ത് നടക്കുന്ന ഒരു ലാസ്റ്റ് സീനിൽ നടക്കുന്ന ഒരു കൺഫ്യൂഷൻ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് എവറിത്തിങ് ഇസ് റിസോൾവ് ബിക്കോസ് എവറിബഡി അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ആൻഡ് എവറിത്തിങ് ആക്ച്വലി ഗെറ്റ്സ് റിസോൾവ്. അപ്പം അതാണ് ആ മൂവിയുടെ എക്സോഡസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാടകത്തിന്റെ എക്സോഡസ് അഗൈൻ ഇറ്റ് ഇസ് എ ലാസ്റ്റ് സീൻ. എവറിബഡി ഗെറ്റ്സ് ടു നോ അബൌട്ട് എവറിത്തിങ് ആൻഡ് ദ കോൺഫ്ലിക്ട്സ് ആർ റിസോൾവ്ഡ്. സോ ദീസ് ആർ ദ 5 പാർട്സ് ഓഫ് ഗ്രീക്ക് ട്രാജഡി. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്പീച്ച്, നാടകത്തിന് തൊട്ടു മുന്നേ എന്താണ് മുമ്പ് നടന്ന സംഭവങ്ങൾ. പാരഡോക്സ്, കോറസ് ആദ്യമായിട്ട് പറയുന്ന സ്പീച്ചാണ് പാരഡോക്സ്. ഈ പ്രൊലോഗിൽ പറയുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. എപ്പിസോഡ്സ് ആർ in the form of dialogues. Stasimon is a choral ode occurring after each episode. Exodus is the last scene in which resolution occurs. So the 10th convention of Greek drama is the use of irony. Irony is I want to do things in a certain way. And ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഐ റിയലി നീഡ്. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐറണി. ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടാൻ വേണ്ടി ഞാൻ കുറേ പണിപ്പെടുന്നു, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഇഫക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ മൂവി. ഹി ഡിസൈഡ്സ് ടു ഗെറ്റ് മാരീഡ് ടു എ പേഴ്സൺ ഹൂ ഹി ഡസൻറ്റ് റിയലി നോ അബൌട്ട്, only because he wants ഡൗറിക്ക് വേണ്ടി മാത്രം പുള്ളി കല്യാണം കഴിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി വെച്ചിട്ട് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ പട സ്ത്രീധനം കിട്ടുന്നത് ഒരു പഴയ കാറും 3500 രൂപയും അങ്ങനെ എന്തോ അല്ലേ. സോ അതിന്റെ ഇന്റൻഡഡ് റിസൾട്ടിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി an ironical situation. സോ ഇങ്ങനെയുള്ള ഐറണി ഗ്രീക്ക് ഡ്രാമയിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സോ ഇറ്റ് ഹാപ്പൻസ് വെൻ ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്ന ഒരു ടൂള് ഗ്രീക്ക് ട്രാജഡിയിൽ ഒരുപാട് യൂസ് ചെയ്തു. ഇറ്റ് ഇസ് ആക്ച്വലി എ പ്രോമിനന്റ് ഫീച്ചർ ഓഫ് ഗ്രീക്ക് ട്രാജഡി. ഇറ്റ് ഇസ് ഡ്രമാറ്റിക് ഐറണി. ഇറ്റ് വാസ് യൂസ്ഡ് എസ്പെഷ്യലി ബൈ സോഫോക്ലിസ്. ഇപ്പൊ ഡ്രമാറ്റിക് ഐറണി എന്ന് വെച്ചാൽ ഓഡിയൻസ് നോസ് സംതിങ്, ഒരു സീക്രട്ട് ഓഡിയൻസിന് അറിയാം, നമുക്കറിയാം. സ്റ്റേജിലുള്ള 1-2 ക്യാരക്ടേഴ്സിനും ഈ സീക്രട്ട് അറിയാം. പക്ഷെ അവിടെയുള്ള വേറൊരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 1-2 ക്യാരക്ടേഴ്സിനോ ഈ സീക്രട്ട് അറിയില്ല. ഈ സീക്രട്ട് അറിയാതെ അവര് കുറെ അബദ്ധങ്ങളൊക്കെ ഇതിലൊക്കെ ചെന്ന് ചാടുന്നു, ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നു. അതാണ് ഡ്രമാറ്റിക് ഐറണി. ഓഡിയൻസ് നോസ് സംതിങ് വിച്ച് എ ക്യാരക്ടർ ഡസ് നോട്ട് നോ. അപ്പൊ ക്യാരക്ടർ ഇത് അറിയാതെ കിടന്ന് ഓരോരോ അബദ്ധങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഓഡിയൻസ് മനസ്സിൽ ഊറിച്ചിരിക്കുന്നുണ്ട്, ഈ പൊട്ടൻ ഇത് അറിയാതെയാണല്ലോ പ്രവർത്തിക്കുന്നതെന്നുള്ള. സോ ദാറ്റ് ഇസ് an example of that is dramatic irony എന്ന് പറയുന്ന ഒരു സംഭവം. അതാണ്. Lot of instances are there
from movies, you can actually point it out better than me. അടുത്ത feature, 11th feature is the time. All the plays were staged during daytime. പകൽ സമയത്തായിരുന്നു ഗ്രീക്ക് നാടകങ്ങൾ സ്റ്റേജ് ചെയ്യുന്നത്, ബിക്കോസ് ദർ വാസ് നോ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ദേ വർ ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ സൺലൈറ്റ് ഫോർ ലൈറ്റിംഗ്. സോ ഓൾ ദ പ്ലേസ് ടുക്ക് പ്ലേസ് ഇൻ ഡേ ടൈം. ഇനി രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് ഇവര് നാടകത്തിൽ കാണിക്കുന്നതെങ്കിൽ അതെങ്ങനെ കാണിക്കും? ഡ്രാമറ്റിസ്റ്റിന്റെ ഉത്തരവാദിത്വമായിരുന്നു അത്. ഡ്രാമറ്റിസ്റ്റ് ഹാഡ് ടു വെർബലി സ്റ്റേറ്റ് വിത്തിൻ ദ പ്ലേ ദാറ്റ് ഓ രാത്രി 10 മണിയായി എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് എഴുതേണ്ടി വരും നാടകം എഴുതുന്ന ആള്. അതുപോലെ തന്നെ ഇഫ് ദ സീൻ ഇസ് അറ്റ് നൈറ്റ്, ഇറ്റ് വാസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് യൂസിങ് ടോർച്ചസ്. ക്യാരക്ടേഴ്സ് കയറി വരുന്ന ക്യാരക്ടേഴ്സ് പന്തമൊക്കെ കൊളുത്തി പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ പന്തം കാണുമ്പോഴേ നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവും ഇത് രാത്രിയുള്ള സീനാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ 11th convention of Greek drama. Let's move on to the 12th one. This is about costumes. അപ്പം ഗ്രീക്ക് ട്രാജഡിയിൽ യൂസ് ചെയ്തിരുന്ന അറ്റയർ, ആക്ടേഴ്സ് വോർ സംതിങ് കോൾഡ് കൈറ്റോൺസ്. I think that is how it is pronounced. Chitons എന്ന് പറഞ്ഞാൽ this is a long robe. Greek priests actually used this kind of robes. So the actors actually wore chitons. They also wore wooden shoes. I already told you. Elevated shoes അവരിട്ടിരുന്നു. ആ ഷൂസിന്റെ പേര് കോത്താണസ് എന്നായിരുന്നു. അതും കൂടാതെ വേറെ ആക്സസറീസും പ്രോപ്സും എല്ലാം തന്നെ ഇവർ യൂസ് ചെയ്തിരുന്നു ഈ സമയത്ത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കോസ്റ്റ്യൂംസ്. സോ ദാറ്റ് ബ്രിങ്സ് us to the end of this class about the conventions of Greek drama. Let's just recap quickly. First of all, no originality of plot. ഇവർക്ക് അറിയാവുന്ന കഥകൾ തന്നെയാണ് ഇവർ സ്റ്റേജ് ചെയ്തിരുന്നത്. ട്രിലജീസ്, ഗ്രീക്ക് ട്രാജഡീസ് മോസ്റ്റ് ഓഫൺ 3 നാടകങ്ങളുടെ ഒരു സെറ്റായിട്ടാണ് ഗ്രീക്ക് നാടകങ്ങൾ പ്ലേ ചെയ്യുന്നത്. നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 3 പേരെ മാക്സിമം ഒരു സമയത്ത് സ്റ്റേജിൽ ഉണ്ടാവും. 3 യൂണിറ്റീസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. ടൈം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനകത്ത് ഒരു കഥ നടന്നിരിക്കണം. പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഗ്രീക്ക് ട്രാജഡിയുടെ സംഭവങ്ങൾ നടക്കാവൂ. യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒരു കഥയെ പറയാവൂ. ബ്രെവിറ്റി, ഗ്രീക്ക് ട്രാജഡി വാസ് ബ്രീഫ്. 90 മിനിറ്റ് കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവില്ല. കോറസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. നോ വയലൻസ് വാസ് പെർമിറ്റഡ് ഓൺ സ്റ്റേജ്, ബട്ട് ഓഫ് സ്റ്റേജ് വയലൻസ് വാസ് there. Greek drama tragedy was lyrical. The whole drama was written in the form of poetry. പിന്നെ 5 parts of Greek tragedy. I already mentioned that in detail. Use of irony. Irony was a very favorite tool of Greek tragedians. Time, it was always staged during daytime. Costumes also we discussed in detail. So that brings us to the end of this presentation or this class on Greek theatrical conventions. I hope you enjoyed and that this class was beneficial for you. And subscribe to the channel. I'm requesting once again that if you find this interesting. And thanks once again for choosing theatre studies as your open course. I wish you all the best and have fun. Bye.